ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഗർ മൈ തോട്ട്സ്, ഗർ എന്ന മൂവിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ, ഒരു മൂവി റിവ്യൂ, അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഗർ എന്ന മൂവി കാണുവാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ചൊരു റിവ്യൂ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിംഹത്തിൻ്റെ ആ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ സിംഹത്തെ വെച്ച് എന്തായിരിക്കും ചെയ്തിരിക്കുക എന്നുള്ളൊരു ആകാംക്ഷയാണ്. അതുകൊണ്ടാണ് ഈ ചിത്രം കാണുവാനായിട്ട് ടിക്കറ്റ് എടുത്തത്. അതിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയറക്ടർ ജയകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ജെയ് ആണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ സിനിമയാണ് ഈ ഗർ എന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ 2017 നമ്മളെല്ലാവരും ഞെട്ടിച്ച വൻ വിജയമായി തീർന്ന യസ്ര, പൃഥ്വിരാജിൻ്റെ യസ്ര, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. 2ാമത്തെ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഹിന്ദി റീമേക്കായ ഡി ബുക്ക്, ഇമ്രാൻ ഹാഷിം അഭിനയിച്ച ഡി ബുക്ക് 2021, യസ്ര 2017 പിന്നീട് 2021 തന്നെ ആണും പെണ്ണും. പിന്നെ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ചിത്രമാണിത്. ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിന് രചന അദ്ദേഹത്തിൻ്റെതായിരുന്നു. രചന നിർവഹിച്ചത് ഇദ്ദേഹമായിരുന്നു, ജെയ്ക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടറിൽ നിന്ന് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുമല്ലോ. യസ്ര പോലൊരു ചിത്രം ചെയ്ത അദ്ദേഹത്തിൽ നിന്നും നല്ലൊരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടാവും. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷനെ ഈ ചിത്രത്തിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഡയറക്ഷനൊക്കെ കൊള്ളാം, പക്ഷേ എന്തോ ഇതിൻ്റെ കഥയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രീതികളും ഒക്കെ നമുക്കെന്തോ അങ്ങോട്ട് ദഹിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ ഇതായിട്ടാണ് തോന്നിയത്, ഒരു ലാഗായിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ എന്തോ ഒരു ആവറേജാണ് മൊത്തത്തിൽ സിനിമയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ച ആ ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ 4ാം ചിത്രത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എവിടെയൊക്കെയോ പാളിയിരിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നിയത്. ആ സിംഹത്തിന് വേണ്ടി അദ്ദേഹം മെനക്കെട്ടതിന് പകരം അത് കഥയ്ക്ക് വേണ്ടി മെനക്കെട്ടിരുന്നെങ്കിൽ ഒന്നും കൂടെ ചിത്രം നന്നായേനെ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ജയേഷ് നായർ, സൂവിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫിയെ. പിന്നെ മ്യൂസിക് ഡോൺ വിൻസെൻ്റ്. മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ അവസാനം വരുന്ന അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സിൽ വരുന്ന സൂപ്പർ എന്നുള്ളൊരു സോങ് ആണ് കുറച്ചൊന്ന് ഇമ്പ്രസ് ചെയ്തത്. ബാക്കി സോങ്ങുകളൊന്നും നമ്മളെ അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ആ ചാക്കോച്ചൻ്റെ ഡാൻസൊക്കെ കൊണ്ടായിരിക്കും നമുക്കത് ഇമ്പ്രസ് ചെയ്തതെന്ന് തോന്നുന്നു മ്യൂസിക്കൊക്കെ. പിന്നെ ഇതിൻ്റെ അഭിനേതാക്കൾ കുഞ്ചാക്കോൻ്റെ കാര്യം പറയുമ്പോൾ ഇത്രയും വർഷങ്ങളായി, പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും പ്രായമായില്ല എന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. ഇപ്പോഴും ചാമിങ് യങ് ഹീറോ എന്ന് പറയാം മലയാളത്തിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിസിക്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പ്രായം ഒരിക്കലും തോന്നാതെ ഓരോ പടം കഴിയും തോറും സൗന്ദര്യം കൂടിക്കൂടി വരുവാണെന്നാണ് തോന്നുന്നത്. അനിതി പ്രാവിൽ തുടങ്ങിയ കരിയറാണ്, 25 വർഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇപ്പോഴും പുതിയൊരാളെ പോലെ അല്ലെങ്കിൽ ആ ഒരു പ്രായം തോന്നാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്. അദ്ദേഹത്തിൻ്റെ റോളും കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു. അതോടൊപ്പം പ്രത്യേകിച്ച് ആ മദ്യപാനിയായിട്ടുള്ളൊരു സീനൊക്കെ വളരെ നന്നായിട്ട് അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സുരാജ് വെഞ്ഞാറമൂടും അദ്ദേഹത്തിൻ്റെ റോളും വളരെ മനോഹരമായിട്ട് ചെയ്തു. ഒത്തിരി നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി നമുക്ക് കാണുവാൻ സാധിച്ചു. എന്നാൽ അത്ര വലിയ കോമഡിയല്ല, ചെറിയ കോമഡികളാണ് അദ്ദേഹത്തിൻ്റെതായി കാണാൻ സാധിച്ചത്. സീരിയസ് ആയിട്ടുള്ള റോള് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് കോമഡികൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നല്ലാതെ വലിയ കോമഡികളൊന്നും സുരാജിൻ്റേതായിട്ടില്ല. പിന്നെ മഞ്ജുപിള്ള ആയിക്കോട്ടെ, അലൻസർ ആയിക്കോട്ടെ, പിന്നെ മറ്റ് കഥാപാത്രങ്ങൾ എല്ലാവരും അവരവരുടേതായ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തു. രമേശ് പിഷാരടി, പിന്നെ ഇതിൻ്റെ നായികമാരായ അനഘയും ശ്രുതിയും. അനഘയെക്കുറിച്ച് പറയുമ്പോൾ രക്ഷാധികാരി വഹിച്ചു എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് നട്പേ തുണ എന്ന ഹിപ്ഹോപ്പ് ആദ്യയുടെ തമിഴ് ചിത്രത്തിൽ അതിലൂടെയാണ് കൂടുതൽ പോപ്പുലറായത്. പ്രത്യേകിച്ച് ആ സിംഗിൾ പ്രസംഗ എന്ന പാട്ടൊക്കെ ഇവരെ കൂടുതൽ പോപ്പുലറാക്കി. മികച്ച പുതുമുഖത്തിനുള്ള സൈമയുടെ അവാർഡൊക്കെ പടത്തിന് ലഭിച്ചതാണ് ഇവർക്ക്, അനഘയ്ക്ക്. അപ്പോൾ അനഘയാണ് ചാക്കോച്ചൻ്റെ പേരായിട്ട്. പിന്നെ മറ്റൊരു നായിക ശ്രുതിയാണ് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പേരായിട്ട്. ശ്രുതിയെ നമ്മൾ സൺഡേ ഹോളിഡേയിലൊക്കെ കണ്ടതാണ്. സൺഡേ ഹോളിഡേ, പ്രേതം എന്നെങ്കിലുമൊക്കെ കണ്ടതാണ്. അനഘയെ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതിയാണ് ഒന്നുകൂടി അഭിനയത്തിൽ മികച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പേര്. പിന്നെ മറ്റഭിനേതാക്കളും എല്ലാവരും തങ്ങളുടേതായ ജോലികൾ വളരെ മനോഹരമായിട്ട്, പിഷാരടി ആയിക്കോട്ടെ, മഞ്ജുപിള്ള ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടേതായ ജോലികൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. ആകെ മൊത്തത്തിൽ ഒരു ദിവസം നടക്കുന്ന കഥയാണ്. ഒരു ദിവസം ട്രിവാൻഡ്രം സൂവിൽ നടക്കുന്ന ഒരു കഥ, അതാണ് സംവിധായകൻ എടുത്തു വെച്ചിരിക്കുന്നത്. എടുത്ത അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ
കുറച്ചുകൂടി ഒരു സ്ക്രീൻ പ്ലേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിത്രം വളരെ നന്നായേനെ എന്ന് തോന്നി. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ എന്തൊക്കെയോ നടക്കുന്നു, നമ്മളവിടെ ഇരിക്കുന്നുവെന്ന്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ചിത്രം നമ്മളുമായിട്ടൊന്ന് കണക്റ്റ് ആവുന്നത്. കോമഡികളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നമുക്കങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കോമഡികളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞുള്ള സീനുകൾ മൊത്തം തിയേറ്ററുകളിൽ ചിരി പടർത്തിയെങ്കിലും എന്തോ ഒരു നല്ലൊരു കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടാവാം, നല്ല രീതിയിലില്ലാത്തതുകൊണ്ടാവാം എന്തോ മൊത്തത്തിൽ ചിത്രം നമുക്കൊരു പൂർണ്ണമായിട്ടൊരു തൃപ്തി തന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതെന്ന് പറയാം. പിന്നെ ചാക്കോച്ചൻ്റെ ആ സൂപ്പറാന്നുള്ള സോങ്ങിലെ ഡാൻസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അതിലെ കൊറിയോഗ്രാഫി, ഡാൻസ് കൊറിയോഗ്രാഫി വളരെയധികം ഇഷ്ടപ്പെട്ടു. അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ടൊരു സ്റ്റോറിയും ഒരു സ്ക്രീൻ പ്ലേ ഇല്ലാത്തതാണ് ചിത്രത്തിന് പറ്റിയ പോരായ്മ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ സിംഹത്തിൻ്റെ ആ പ്രസൻസും സിംഹത്തെ വെച്ചുള്ള പരിപാടികളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ എന്തോ കഥയ്ക്കൊരു പോരായ്മ കാരണം നമുക്കങ്ങോട്ട് കണക്റ്റായില്ല മൊത്തത്തിൽ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ കോമഡികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾക്ക് കൂടി എൻജോയ് ചെയ്തേനെ. പക്ഷേ ആ ഒരു രീതിയിലേക്കും ഉള്ള ഇത് ചിത്രത്തിലില്ല എന്നാണ് പറയുന്നത്. ഒരു എസ്ര പോലൊക്കെ എടുത്ത ഒരു ഡയറക്ടറിൽ നിന്നും നമ്മളൊരിക്കലും ഇതുപോലൊരു ചിത്രം പ്രതീക്ഷിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.